ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. വിശേഷമെന്ന് വെച്ചാൽ നമുക്ക് നല്ല സുന്ദരിയാവേണ്ടേ, അപ്പോഴതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ അതൊക്കെ ചെയ്തിട്ടാണ് വന്ന് ഉച്ച കഴിഞ്ഞൊക്കെയാണ് ഇപ്പോൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. രാവിലെ നല്ല പൂര മഴയൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോഴും നല്ല ഇരുട്ട്. എന്നെ കാണുന്നൊന്നും എന്നെ സംബന്ധിച്ചു നമ്മൾ ഈ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. നല്ല ഇരുട്ട്. അപ്പോഴും പിന്നെ നമ്മുടെ അടുക്കളയ്ക്കകത്തും നമുക്കൊന്നും ചെയ്യാനും ഒന്നും ഒക്കത്തില്ല, നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോഴും ഞാൻ ഉള്ള വെട്ടത്തൊക്കെയാണ് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് തന്നെ എന്തോ ഒരു ഇരുട്ട്. എപ്പോഴും ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്, ഇവിടെ തന്നെ നല്ല ഇരുട്ടുണ്ട് കേട്ടോ. അപ്പോഴവിടെ വെട്ടമുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി അവിടെ നിന്നത്. അതിനെക്കാട്ടിൽ ഇരുട്ട് ഭയങ്കര അങ്ങോട്ട് മൂടിക്കിടക്കും. മഴയാണ്, തകർത്തു വാരി മഴയാണ്. ഇനി മഴ മാറിയതൊന്നുമില്ല, മഴ തുടങ്ങാൻ പോകുന്നതൊക്കെ ഉള്ളൂ. ജൂൺ മാസമൊക്കെ തുടങ്ങാൻ പോകുന്ന 1-ാം തീയതി ഞായറാഴ്ചയാണോ അതോ ശനിയാഴ്ചയാണോ ഒരു ലക്കില്ല കാര്യമില്ല. അപ്പോഴാ ജൂൺ 1-നൊക്കെ നമ്മൾ ആ സ്കൂള് തുറക്കുന്ന ആ ദിവസം നല്ല പട്ടുപാവാടയും അല്ലാത്ത എന്തെങ്കിലും വിടി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടോണ്ട് അങ്ങോട്ട് പോവും. പക്ഷെ തിരിച്ച് നനഞ്ഞ് പൊളിച്ച് വാരിയായിരിക്കും വരുന്നത് അല്ലേ. അപ്പോഴതൊക്കെ ഒരു കാലം. ഇപ്പം പിന്നെ ജൂൺ 1-നൊന്നും അല്ലല്ലോ, ഇപ്പം കറക്റ്റായിട്ടല്ലല്ലോ. നമ്മളൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ജൂൺ 1-ാം തീയതി തന്നെ സ്കൂള് തുറക്കുമായിരുന്നു. ഇപ്പം പിന്നെ 2-ആയി 3-ആയി 4-ആയി 5-ആയി അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തോന്നുന്നത് പോലെയൊക്കെ ഇങ്ങ് സ്കൂള് തുറന്നു കൊടുക്കുക കേട്ടോ. ആരാണ് വരുന്നത്? ഹലോ, ആരോ വരുമ്പോൾ വായി നോക്കി പോയതാ കേട്ടോ ഞാൻ. അങ്ങനെയൊക്കെയാണ് സത്യം. ഞാൻ ഇന്ന് രാവിലെ ഓർത്ത് നമ്മളൊക്കെ പോയ സമയം അങ്ങോട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ. ഇപ്പം പിന്നെ എല്ലാം സ്കൂൾ വണ്ടിയിലാണല്ലോ, നമ്മളൊക്കെ നടന്ന് ഊറ്റി വാരിയാണ് പോയത്. നമ്മളൊക്കെ പോയ സമയമൊക്കെ ഓർക്കണം നമ്മളല്ലേ. ഇപ്പോഴത്തെ പിന്നെ മുറ്റത്ത് റോഡിൻ്റെ പടിയിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി, വണ്ടിയിലോട്ട് കയറി ഇരുന്നാൽ മതി, സ്കൂളിൻ്റെ വാതിക്കെ കൊണ്ട് നിർത്തും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര അഹങ്കാരം. നമുക്കൊന്നും പിന്നെ അഹങ്കാരം ഇല്ലായിരുന്നു അന്നല്ലേ. നമ്മളൊക്കെ കഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത്. എന്തോ ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഇഷ്ടംമാതിരി തുണികളാണെങ്കിലും ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മളൊക്കെ പഠിച്ച ഒരു സമയമുണ്ട്. ഞാൻ പിന്നെ ഒന്നിനും നിർബന്ധിക്കത്തില്ലായിരുന്നു നമ്മുടെ അപ്പനോടും അമ്മയോടും എനിക്കത് വാങ്ങിച്ചു തരണം ഇത് വാങ്ങിച്ച് തരണമെന്നൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു. അന്നും നല്ല കുട്ടിയായിരുന്നു സുപ്പു, എന്നും നല്ല കുട്ടിയാണ് ഇവിടുത്തെ കേട്ടോ. സത്യമായിട്ടോ. അല്ലെങ്കിൽ എൻ്റെ അണ്ണനോട് നിങ്ങൾ വഴി പോകുമ്പം തടഞ്ഞു നിർത്തി നിങ്ങൾ ചോദിച്ചു കെട്ടിയോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോഴും നമ്മുടെ അണ്ണൻ പറയും ഇങ്ങനെയും ഒരു ഭാര്യയെ കിട്ടാൻ നിങ്ങൾ തപസ് ചെയ്യണമെന്ന്, അങ്ങനെയേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ. ഞാൻ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ പോകുന്ന ആളെ നിങ്ങൾ കൈ കാട്ടി നിർത്തി അല്ലെങ്കിൽ കൈ കൊട്ടിപ്പോ, കൈ കൊട്ടി പിഴിച്ച് നിർത്തി നിങ്ങൾ ചോദിച്ചോ കെട്ടിയോൾ എങ്ങനെ ഉണ്ടോ ചോദിച്ചോ. അപ്പം ഇങ്ങനെ പറയത്തുള്ളൂ. എന്തൊരു മര്യാദക്കാരി കൊച്ചാണെന്ന് അറിയാമോ എൻ്റെ കെട്ടിയോളെന്ന് പറയും നമ്മളല്ലേ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇടി കൊടുത്ത് പറയിപ്പിക്കില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പോഴും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ടിപ്പും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകും. വലിയ വിശേഷങ്ങളൊന്നുമില്ല, ടിപ്പൊക്കെയാണ് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ. ഭയങ്കര മഴ വരുന്നു, പിന്നെ ഇനിയിപ്പം ഭയങ്കര ഇരുട്ടൊക്കെ ആവും. എന്നെ ഒട്ടും നിങ്ങൾ കാണത്തില്ല. അപ്പോഴും നമുക്ക് ആ ടിപ്പൊക്കെ കാണാൻ പോകാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. രാവിലെ നമ്മുടെ കുളിയും നനയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇന്ന് നമ്മൾ കുളിക്കാതെ നനയ്ക്കാതെയൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രാവിലെ ഒത്തിരി പണികളുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് റോഡ് മൊത്തം കരിയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കരിയിലയൊക്കെ തൂത്തിട്ട് നമുക്കും ഒന്ന് ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒത്തിരി ദിവസമായി പിന്നെ റോഡ് തൂത്തിട്ട്. മഴയായതുകൊണ്ട് പ്ലാവ് നിറച്ചല്ല, പ്ലാവിനകത്തെ പ്ലാവിനെ മൊത്തം ഇന്ന് തറ വീഴുക. അപ്പോൾ പലരും വിചാരിക്കും ഈ വീട്ടിൽ താമസമില്ലെന്ന്, റോഡിൽ കൂടെ പോകുന്നവർ വിചാരിക്കും താമസമില്ലെന്ന്. അതുകൊണ്ടേ ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഈ വീടിൻ്റെ 4 വശത്തും അങ്ങനെ കരിയിലില്ല കേട്ടോ. റോഡിലോട്ട് അപ്പുറത്തോട്ടാണ് വീടുന്നത്. അപ്പോൾ രാവിലെ നല്ല പണിയായിരുന്നു. അപ്പോൾ കുളിക്കാൻ പോവാം. എന്ത് ചെയ്യുവാണെങ്കിലും ഞാൻ മുഖത്തായിരുന്നു ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള ഒരു
ടിപ്പാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേ എന്ത് ചെയ്യുവാണേലും നമ്മുടെ മുഖം നന്നായിട്ട് സോപ്പിട്ട് തേച്ച് കഴുകി കഴുത്തിൻ്റെ ഇവിടെ നന്നായിട്ട് കഴുകണം കേട്ടോ. നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകു വശത്തൊക്കെയുള്ള ഈ കറുപ്പുണ്ടല്ലോ, എനിക്ക് ചെറുതായിട്ടുണ്ട്. അത് ഈ വണ്ണം വയ്ക്കുന്നവരിൽ ചിലർക്ക് എനിക്ക് ഭയങ്കര നാണക്കേടൊക്കെ വരും ചില സമയത്ത്. നമുക്ക് വണ്ണമുള്ളവർക്ക് ഈ കഴുത്ത് ഇങ്ങനെ ഇടിഞ്ഞ് വരുമ്പം അങ്ങനെ കറുപ്പുണ്ടാവുന്നേ, അല്ലാതെ അഴുക്കൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കുളിക്കുന്നവരല്ലേ നമ്മളൊക്കെ ചൊറിയുന്ന പിള്ളേർ. ഇത് മഴ നനഞ്ഞിട്ട് വന്നേ കേട്ടോ. മഴ രാവിലെ പോലും ഞാൻ മഴ നനയാൻ ഇവിടുത്തെ ആൾ വഴക്ക് പറഞ്ഞു, നീ ഇനി പനിയായിട്ട് കിടക്കണം, ചാറ്റമഴ നനഞ്ഞാൽ പനി ഉണ്ടാവുമല്ലോ, വഴക്ക് പറഞ്ഞു. ഒന്നാതെ നടുവിന് ഇപ്പോഴും കുഴപ്പമാണ്. തൈലമൊക്കെ തേച്ച് ഇങ്ങനെ നടക്കുവാണ് ഈ അമ്മൂമ്മ കേട്ടോ. തൈലം തേക്കുന്നുണ്ട്. ഈ ഇടതുവശത്താണ് വേദന, അങ്ങോട്ട് വെട്ടിപ്പിടിക്കുക. പക്ഷെ ആദ്യത്തിൽ നിന്നും ആ തൈലം തേച്ചപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെട്ടിപ്പിടിക്കുകയും നമ്മൾ ഓർക്കാപ്പുറത്ത് നിന്ന് വെയിറ്റൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ അങ്ങനെ വെട്ടിപ്പിടിക്കും. ഒത്തിരി പ്രാവശ്യം ഇപ്പോൾ എനിക്കായി. അപ്പോഴും നമുക്ക് ഒത്തിരി താമസിക്കുന്ന കേട്ടോ. രാവിലെ അങ്ങ് മഴ, അപ്പോഴാ മഴ ചാറ്റിലോടെ ഞാൻ തൂത്തുവാരിയത്. തലയെല്ലാം നനഞ്ഞൊന്നും ഒന്നും പരത്തിയില്ല തലയിൽ കേട്ടോ. ഞാൻ റോഡിൽ പോയി നിന്നാലേ ഇതൊക്കെ പ്രവർത്തിക്കേണ്ട. റോഡിൽ നിന്നാൽ നാട്ടുകാരെന്ത് വിചാരിക്കുക, എനിക്ക് വട്ടായെന്ന് വിചാരിക്കത്തില്ലേ. അപ്പോഴേ നമ്മുടെ സൂത്രം എന്തൊക്കെയാണെന്ന് അറിയാമോ? ഉരുളക്കിഴങ്ങിൻ്റെ നീര്. എൻ്റെ വള എവിടെ പോയി? ഞാൻ കണ്ടില്ല എൻ്റെ വള. ഇന്നലെ ഞാൻ ഊരി വെച്ചതാണ്. പൊട്ട് ദേ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വള ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഊരി വെച്ചതൊക്കെ ഇന്നലെ ഓർക്കുന്നില്ല. പോട്ടെ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ നീര്, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇന്നലെ വാങ്ങിച്ചില്ലേ ആ മഞ്ഞൾപ്പൊടി, പിന്നെ തേന്, കടലമാവ് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീര്. ഇതിപ്പോൾ ഞാനില്ല, നമ്മളിങ്ങനെ ഉരയ്ക്കത്തില്ലേ ആ സംഭവം കണ്ടോ. ഞാൻ വിചാരിച്ചെന്നാൽ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോള് വെറുതെ ഇരിക്കുക, എന്നാൽ അവക്കിട്ട് കൊടുക്കുക, പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, അതിലെ എളുപ്പം നമുക്കിങ്ങനെ അങ്ങോട്ട് ഉരച്ചിട്ട് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്താൽ മതി കേട്ടോ. അന്നേരം നന്നായിട്ട് ഞാൻ ഒരു എൻ്റെ കുഞ്ഞു മുഖമില്ലേ, ഈ കുഞ്ഞുമാവയുടെ മുഖം കുഞ്ഞല്ലേ, അപ്പോഴാ ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ ഞാൻ എടുത്തത് കേട്ടോ. അതിൻ്റെ നീരും പിന്നെ തേനും കടലമാവും മഞ്ഞപ്പൊടിയും കേട്ടോ. ആ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ എനിക്ക് അധികം ആവുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇച്ചിരി കട്ടിക്ക് വേണം കേട്ടോ. തകർത്ത് വാരിയൊന്നും മഴ പെയ്യുക രാവിലെ മുതൽ കേട്ടോ. തകർത്ത് വാരി നമ്മളെന്തോ ചെയ്യുകയാണെങ്കിലും പഴയതൊക്കെ ഇട്ട് ചെയ്യണേ. ഞാനിത് കഴുകാനുള്ളതായതുകൊണ്ട് ഞാൻ വേറെ നൈറ്റിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ നൈറ്റി എല്ലാം ഇങ്ങനെയൊക്കെ സൂത്രപ്പണി ചെയ്തെല്ലാം പോവും കേട്ടോ. അതുകൊണ്ട് പഴയതോ നമ്മൾ കഴുകാനിട്ടിരിക്കുന്നതോ ഇതിനിപ്പം കഴുകാനുള്ളത് കേട്ടോ. നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഒരുവിധം ഉണങ്ങാറാകുമ്പോൾ എന്തായാലും കാഞ്ഞ റോഡൊക്കെ ആരും പോകുന്നില്ല വിചാരിക്കും, കഥകളിക്കാരിയാണോ എന്ന് വിചാരിക്കും കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കയ്യിലും പിന്നെ ഞാൻ പറഞ്ഞില്ല കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കേട്ടോ. എൻ്റെ മൂക്കുത്തി ഒരു പ്രശ്നമായിട്ട് വന്നേക്കും കേട്ടോ. പുറമൊക്കെ വെളുക്കട്ടെ. ഞാൻ സാരിയൊക്കെ അല്ലേ എപ്പോഴും നമ്മൾ ഇങ്ങനെ മുടി കുറവായതുകൊണ്ട് നമ്മുടെ ഈ കഴുത്തിൽ ഭാഗമൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. കൈയൊക്കെ വെളുക്കണ്ടവർക്ക് കൈയൊക്കെ വെളുപ്പിക്കാം കേട്ടോ. എന്തൊരു മഴയത് മനുഷ്യനെ. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ജോലിക്കൊക്കെ പോവണ്ടേ.
കടലമാവ് പക്ഷേ ഇതുപോലുള്ള ടിപ്പിന് നല്ലത്. അരിപ്പൊടി നല്ലതാണ് കേട്ടോ. കൂടുതലായിട്ട് എല്ലാവരും ഈ കടലമാവാണല്ലോ എടുക്കുന്നത്. എൻ്റെ കടലമാവ് വാങ്ങിച്ചു നോക്കിയത്. അപ്പം നമ്മൾ അണ്ണനോട് നമ്മളിങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ വാങ്ങിച്ചു. ഇന്നാലല്ലോ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചെന്ന്. ഇവിടെ ഒന്നും ഉണ്ടാക്കി തരുന്നില്ലല്ലോ, എല്ലാം അമ്മയും മോളും കൂടെ മുഖത്ത് വാരി തേക്കുക എന്ന് പറയും കേട്ടോ. കളിയാക്കാം. വാങ്ങിച്ചുകൊണ്ട് തരിക, തീരാറായി. അപ്പോഴേ നമ്മൾ തേച്ച് കേട്ടോ, തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് നിന്നിട്ട് ചുണ്ടി തേക്കണ്ട കേട്ടോ. ചേച്ചിമാർ ചുണ്ട് ചമക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കും ചെയ്യണം. ഞാനും ചെയ്യും കേട്ടോ. ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് എന്നെ ഓടിച്ചിട്ട് അടിക്കരുത്. ചേച്ചിമാർ ചെയ്യുന്നതൊക്കെ ഞാനും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുവേ. ചേച്ചിമാരെ എന്നെ കൊല്ലല്ലേ, എങ്കാലം ഒന്ന് കയറില്ലേ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കണ്ടടിച്ച് കേട്ടോ. പിന്നെന്താ, പെണ്ണുങ്ങളുടെ പരിപാടി ഇതൊക്കെ തന്നെ അല്ലേ. ഇച്ചിരി നേരം ഒന്ന് വായി നോക്കിയൊക്കെ ഇരിക്കാം. ആരും കണ്ടില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ അയൽവക്കക്കാരെ സുപ്പൂനെ ഒരു അരമണിക്കൂർ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേന് അരമണിക്കൂറാവും കേട്ടോ. അത്ര നേരത്തേക്ക് എന്നെ ആരും അന്വേഷിക്കരുത്. നമ്മുടെ സരസ് പോലും വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങത്തില്ല കേട്ടോ. ബാക്കിയുള്ളത് ഈ കയ്യിലോട്ടൊക്കെ തൂക്കാം വെളുക്കട്ടെ കേട്ടോ. വെളുത്ത് പാറാൻ നമുക്ക് കളയണ്ട കേട്ടോ. ഈ പാത്രമൊക്കെ വടിച്ച് തേച്ചോണം. നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പെടുന്ന പാടൊന്നും പറയണ്ട കേട്ടോ. ഇതും കൂടെ നമുക്ക് ഒന്നുമില്ല. ഞാൻ പിന്നെ കയ്യിരിക്കുന്നതെല്ലാം അങ്ങ് തൂത്ത് പെരട്ടാം. എൻ്റെ കൊട്ട അവിടെ തന്നെ ഇരിക്കും. നമുക്ക് പിന്നെ അവിടെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കുളിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി പച്ചവെള്ളത്തിലാണ് കഴുകേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ഇത് നനയ്ക്കത്തില്ലേ, നനയ്ക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തിട്ട് വേണം ഇത്തിരി നേരം ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ തേക്കാം. ഉണങ്ങിയിരിക്കുമല്ലേ, അപ്പോൾ അതിച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കളയണം കേട്ടോ, പച്ചവെള്ളത്തിൽ. പിന്നെ നമ്മൾ സോപ്പിടാൻ പോകരുത്. കാർക്കൂന്തലിൽ നമ്മളിന്നൊന്നും പുരട്ടിയില്ല, അത് വൈകിട്ട് ചെയ്തോളാം. ഇന്നിപ്പോൾ രാവിലെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോഴും നമുക്ക് എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ അടുപ്പിച്ച് ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്താൽ അതിൻ്റെ ഒരു റിസൾട്ടേ വരത്തുള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഏത് കാര്യമാണേലും നമ്മൾ ഒന്നായിട്ട് നിർത്തരുത്. ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്ത് നോക്കണം. നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മളുടെയൊക്കെ മുഖത്ത് മാത്രമേ നമുക്കിതൊക്കെ ചെയ്ത് കാണിക്കാനൊക്കത്തുള്ളൂ. നമുക്ക് വാടകയ്ക്ക് എടുക്കാനും ആൾക്കാർ വരത്തില്ല. നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ ആരും നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങ് നിന്ന് ഷൈൻ ചെയ്യുക കേട്ടോ. അപ്പോഴും നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് പിന്നെ മുഖക്കുരുവൊന്നും ഇല്ലാത്തത് കൊണ്ട് മാറ്റം എനിക്ക് പറയാനൊക്കത്തില്ല. മുഖക്കുരുവും പിന്നെ ഇങ്ങനെ കറുത്ത കുത്തുകളും ഒക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല സൂപ്പർ കിഡും ഐറ്റമാണ്. സാമ്പാറിനകത്തും അവിയലിനകത്തും മാത്രം മതിയോ? പോരാ, നമ്മുടെ മുഖത്ത് ഇച്ചിരി നമുക്ക് അത് തേക്കണം കേട്ടോ. ഞാനേ ഒട്ടൊന്നും ഇട്ടില്ല. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു ടിപ്പാണ്. അപ്പോഴും മഴയൊക്കെ തോർന്നിപ്പോൾ ഇങ്ങനെ കിടക്കുവാണ്. അടുക്കള പരിപാടിയുണ്ട്, ഇനി അതിന് ഒക്കെ പോകട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. വളയൊക്കെ എടുത്തിട്ട് ഇന്ന് ഓറഞ്ച് വളയാണ് നമ്മൾ എടുത്തിട്ടത്. ഇന്നലെ തുണി എഴുതാൻ പോയത്. ഇന്നലെ ഞാൻ അങ്ങനെ വള ഊരി വെക്കുന്ന പരിപാടിയില്ല. ഇന്നലെ എപ്പോഴോ ഓർക്കാപ്പുറത്ത് ഞാൻ ഊരി വെച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ആവശ്യത്തിനായിരിക്കാം കേട്ടോ. അപ്പോഴിതൊക്കെ ഉള്ളു കേട്ടോ. അപ്പം നമുക്ക് അടുക്കളയിലെ പരിപാടിയൊക്കെ തുടങ്ങണ്ടേ, ഇത്തിരി സമയമായി വരുന്നു. അപ്പോഴും നമ്മൾ ഷോർട്ട് എടുത്തിട്ട് ബാക്കിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിലോട്ട് പോകാമെന്ന്. അടുക്കള തൂക്കിയിട്ടിരിക്കുന്ന സംഭവം ഇതാണ്. രാവിലെ ഞാൻ പറഞ്ഞു എനിക്ക് ഷോർട്ടൊന്നും ഞാൻ എടുത്തില്ല, ഞാൻ മീൻ കഴിക്കൊണ്ട് നിന്നേ. അപ്പോഴും ഷോർട്ടൊന്നും എടുത്തില്ല. അയ്യോ എന്തോ ഷോർട്ട് ഇടുമെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നതാട്ടോ. അയ്യോ നിനക്ക് ഞാൻ ഷോർട്ട് ഇടാൻ ഒപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. ഇത് ഒടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു.
ഞാൻ ചോദിച്ചാൽ എന്തിനാ ഇങ്ങനെ കൊല പിടിച്ചോണ്ട് വരുന്നത്? ഓ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് പെരെ കയറി വന്നപ്പോ ഞാൻ എന്നോട് നോക്കിയപ്പോഴുണ്ടല്ലോ ഈ ഇത്രയും പേരൊക്കെ കെട്ടി തൂക്കിയിട്ടേക്കുന്നു പെണ്ണുപിള്ളക്ക് ഷോർട്ട് ഇടാതെ. ഒപ്പിച്ച് വന്ന പരിപാടിയെ അപ്പൊ ഷോർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ആ ഷോർട്ടിനകത്ത് പേരൊക്കെ തിന്നുന്നതുണ്ട് ഉണ്ടോ എന്തോ കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോഴേ എന്തായാലും ഞാനത് പറയുക, നമ്മുടെ ഷോർട്ട് ഇട്ട് കഴിഞ്ഞാലേ ഇനിയിപ്പോൾ അത് നിർത്തിയേക്കണ്ട, ഞാൻ തന്നെ കടിച്ചു പറിച്ച് തിന്നോളാം. എങ്ങനെയുണ്ട്? അപ്പോഴും നമ്മുടെ ഫാമിലി ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തളരത്തില്ല കേട്ടോ. ഇതൊക്കെ കാണിക്കുന്ന അതിനാ നമ്മുടെ ഫാമിലി നമുക്ക് ഒപ്പമുണ്ട് കേട്ടോ. നമുക്ക് അവരുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു കാര്യങ്ങളും മുൻപോട്ട് പോകാനൊക്കത്തില്ല കേട്ടോ. അവിടെ എൻ്റെ അണ്ണന്റെ സ്നേഹം നോക്കിക്കുകയാണ് ഞാൻ ഇപ്പോഴും പറയാം. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ആളിനെ കേട്ടോ. നല്ല പഴുത്ത പേരൊക്കെ അവിടെ നിന്ന ഭഗവാനുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞു ഇനി പറിക്കാൻ കേട്ടോ. വേണം ആർക്കെങ്കിലും ഒരു കൊല പേരയ്ക്കുണ്ട് കേട്ടോ. മീൻ അടപ്പ സൂന്ന് വറക്കാൻ വെച്ചേക്കുന്നു. അപ്പൊ ഇന്ന് അടുക്കളയുടെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഇരുട്ട്, കൊതിയൊന്നും വിടരുതാരും. എനിക്ക് പോകാൻ വയ്യ, മഴയായതുകൊണ്ട്. കുറച്ച് പേപ്പറൊക്കെ അടുക്കി വെച്ചേക്കുന്നത്, അതൊക്കെ ഇനി അമ്മ അടുക്കി വെച്ചേക്കും കേട്ടോ. കടയിൽ കൊണ്ട് കൊടുക്കാനാണ്. ഇവിടെ ഇരുന്ന പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറക്കാൻ എന്തെങ്കിലും ഒക്കെ അവരൊക്കെ എടുക്കും കേട്ടോ. അതൊക്കെ കൊടുക്കണം. പിന്നെ എൻ്റെ വിഷുവിൻ്റെ മത്തങ്ങ ഇതുവരെ ഞാൻ എടുത്തതും ഇല്ല, അവനിട്ട് പന്നലാവുന്നതും ഇല്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ എല്ലാവരും എടുത്ത് കറി വെച്ചു. ഞാൻ ഇന്നലെ ആരുടെയോ മത്തങ്ങക്കറി കണ്ടു കേട്ടോ. അപ്പോഴും ഞാൻ പറഞ്ഞു വിഷുവിൻ്റെ മത്തങ്ങ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ഞാൻ എടുത്തില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ മത്തങ്ങ ഇതേ പന്നലായില്ല. വിഷു കഴിഞ്ഞിട്ട് എത്ര നാളായി പിള്ളേരെ കേട്ടോ. അപ്പൊ ഇതൊക്കെയുള്ളു നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. ഇന്നലെ അടുക്കള വിശേഷങ്ങൾ കണ്ടിട്ടും കുറച്ച് പേരൊക്കെ കണ്ടുള്ളെന്ന് തോന്നുന്നു. എൻ്റെ അടുക്കള വിശേഷങ്ങൾ ഇഷ്ടമല്ലേ നിങ്ങൾക്കൊന്നും? അപ്പോഴേ വെട്ടക്കുറവായതുകൊണ്ട് ഒരു വല്ലാത്ത സങ്കടം തന്നെയാണ് എനിക്ക് കേട്ടോ. ആ അടുക്കളയില് നല്ല ഇരുട്ടാണ് മഴയായി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെയിലൊക്കെ ഉണ്ടെങ്കിൽ സൂര്യപ്രകാശമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാണിച്ചിട്ടുണ്ട് നേരത്തെ കോവിഡ് സമയത്ത് ഞാൻ തേക്കിന്റെ പൂവ് ഉണ്ടാക്കിയത്. ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു മെഴുകുതിരി പൂവ് കേട്ടോ. ഇപ്പോഴും ഞാനിത് കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ ഒത്തിരി പൂ അന്ന് ഉണ്ടാക്കിയായിരുന്നു, ഒത്തിരി പൂക്കൾ ഉണ്ടാക്കിയായിരുന്നു. അതിനകത്തെ മൂന്നാലെണ്ണം ഇപ്പോഴും ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ഒത്തിരി ഉണ്ടാക്കി. ഈ പെര മൊത്തം ഇതൊക്കെ ആയിരുന്നു. അപ്പോഴേ ബാക്കിയൊക്കെ ഞാനങ്ങ് എടുത്തു കളഞ്ഞു. അപ്പോഴേ ശേഷിച്ചത് ഇവിടെ 3-4 ഇരിപ്പുണ്ട്. അതൊക്കെ ഉള്ളൂ. പിന്നെ എന്താ, ഇതൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ, ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കണം, എന്നിട്ട് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണണം. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും, എനിക്ക് വൈഫൈ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് അന്നേരം ആരുടെ അടുത്ത് വരാൻ ഒക്കുന്നില്ല കേട്ടോ കൂട്ടുകാരെ. സുപ്പ് വരുന്നുണ്ട്. അപ്പോഴ് അറിയാമല്ലോ, സുപ്പ് ഇങ്ങനെ കമന്റ് തരുന്നവരുടെ എല്ലാം പേര് എഴുതി വെച്ചേക്കുന്ന ബുക്ക് വരെ ഞാൻ കാണിക്കാം കേട്ടോ. മോനെ പോന്നില്ലയോ? അപ്പോഴേ ഈ ബുക്കിനകത്ത് നിറച്ച് എൻ്റെ കൂട്ടുകാർ എനിക്ക് കമന്റ് അയക്കുന്നവരുടെ പേര്. അപ്പോഴ് ഒരാളെ പോലും നമ്മൾ മറക്കാതെയാണ് വന്ന് സപ്പോർട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. എൻ്റെ ബുക്കൊക്കെ തീർന്നു. എനിക്കാണെങ്കിലും ബുക്കൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് നിറച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരാണ് കേട്ടോ. കണ്ടവരുടെ ടിക്കറ്റും പിന്നെ സമയം കാണും. അങ്ങനെയാണ് ഞാൻ വീഡിയോ കാണുന്നത് കേട്ടോ. ഇപ്പൊ ഉറക്കമൊന്നും പറയുന്നില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ 12:30 വരെയൊക്കെ ഇരിക്കും. എന്നാലും എനിക്ക് രാവിലെ ഒന്നും നമുക്ക് വീഡിയോ കാണാനുള്ള സമയമില്ല, നമുക്ക് അടുക്കളയിലൊക്കെ ജോലിയില്ലേ. അപ്പോൾ രാത്രി 12:30 വരെയൊക്കെ ഇരുന്ന് ഞാൻ എല്ലാവരുടെയും വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സുപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയെല്ലാം സുപ്പു തിരിച്ചും വന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ.
ഒത്തിരി വൈകിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, മറ്റേ രണ്ട് മൊബൈലിനകത്തേയും വൈഫൈ ഒക്കെ ഊറ്റിയാണ് ഞാൻ വീഡിയോ കാണുന്നത്. എൻ്റേതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ എപ്പോഴേലും വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വൈകിയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരാളെ പോലും വിടാതെ ഞാൻ എഴുതി വയ്ക്കും കേട്ടോ. അപ്പോൾ നേരത്തെ അറിയാമല്ലോ, എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ എഴുതി വെക്കും കമൻറ്റ്. അപ്പോൾ നമുക്ക് എത്തിരി താമസിച്ചാലും നമുക്ക് അവരുടെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ മറന്നു പോയാലോ, ഒരാളെ പോലും നമ്മൾ മറക്കത്തില്ല കേട്ടോ. പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ എപ്പോഴും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോഴും നിങ്ങളുടെ കൂടെ ഈ സുപ്പും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളായിരിക്കട്ടെ. നമുക്കും ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിലും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.